പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേശ്യാം. എല്ലാ വൃന്ദാവന ബന്ധുക്കൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായമാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഭഗവാന്റെ സ്വർഗാരോഹണം ഉദ്ധവരാണ് ആദ്യം മനസ്സിലാക്കുന്നത് എന്ന് കഴിഞ്ഞ അധ്യായത്തിലെ അവസാന ഭാഗത്തിൽ പറഞ്ഞു. ഉദ്ധവര് ഭഗവാനെ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് പറയും ചെയ്തു, അങ്ങ് എവിടെ പോവുകയാണെങ്കിൽ തിരക്കിടില്ല, അവിടേക്ക് എന്നെയും കൂടി കൊണ്ടുപോകണം. ഒരു നിമിഷം പോലും അങ്ങേ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. ഉദ്ധവന്റെ ഈ ഒരു അപേക്ഷ കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാനിതാ സ്വർഗാരോഹണത്തിനുള്ള തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവതാരം കൊണ്ട് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് ആ കർത്തവ്യങ്ങളൊക്കെ ഇപ്പൊ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ ഈ ലോകത്തെ ഉപേക്ഷിച്ചു പോയ ആ നിമിഷം മുതൽക്ക് കലികാലം ആരംഭിക്കും. ബ്രാഹ്മണ ശാപത്ത നമ്മുടെ വംശം തന്നെ അന്യോന്യം കലഹിച്ച് ഇല്ലാതായിത്തീരും. ഈ കലികാലം തുടങ്ങിക്കഴിഞ്ഞ അധർമ്മം കുറച്ചുകൂടി വർദ്ധിക്കും. അപ്പോൾ അന്നത്തെ ആ ജനങ്ങളുടെ ഇടയിൽ അങ്ങേപ്പോലെയുള്ള പരമസാത്വികന്മാർക്ക് കഴിഞ്ഞുകൂടാൻ നല്ല പ്രയാസമാണ്. ആയതിനാല് പ്രിയപ്പെട്ട ഉദ്ധവരെ, എന്നിലേക്ക് എത്തിച്ചേരാനുള്ളതായ മാർഗം ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. അവിടെ വെച്ച് ഉദ്ധവോപദേശം ആരംഭിക്കുകയായി. ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനഃ സമ്യക് സമദൃക് വിചരസ്വഗാം. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. ഉദ്ധവരെ, വേണ്ടെന്താ വെച്ചാല് ആദ്യം ഈ സ്വജനങ്ങളിലും അതുപോലെ ബന്ധുക്കളിലുള്ള ആ സ്നേഹത്തെ പൂർണ്ണമായിട്ടും കളയ. എന്നിട്ട് മയി ആവേശ്യ മയി ആവേശ്യ, മനസ്സിനെ എന്നിലേക്ക് മാറ്റുക. ഭഗവാനില് ഈ മനസ്സിനെ നന്നായിട്ട് ഉറപ്പിക്കുക എന്ന് അർത്ഥം. സമദൃക് വിചരസ്വഗാം, സമദൃഷ്ടിയോട് കൂടിയിട്ട് ഇതാ ഈ ഭൂമിയില് വിചരസ്വ സഞ്ചരിച്ചാലും. യദിതം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. നല്ല നല്ല ശ്ലോകങ്ങളാണ് ഇതൊക്കെ. യദിതം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി, മനസ്സുകൊണ്ട്, വാക്കുകളാല്, കണ്ണുകളാല്, ഈ കാതുകളാല് എന്തെല്ലാമാണോ അറിയണത് അതൊക്കെ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം, അതൊന്നും സത്യമല്ല എന്ന് നന്നായിട്ട് തിരിച്ചറിയാം. മായാമനോമയം, മനസ്സിന്റെ വെറും ഒരു തോന്നല് മാത്രമാണ് എന്നാണ്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ കാണുന്നതൊക്കെ ഒരു തോന്നല് മാത്രമാണ് എന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ സ്വജന ബന്ധുസ്നേഹത്തെ എളുപ്പത്തിൽ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. ആ സ്നേഹം ഇല്ലാതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിനെ അടക്കാൻ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ഈ മനസ്സ് അടങ്ങിക്കഴിഞ്ഞ ആത്മാനന്ദം ലഭിക്കുകയാണ്. പുംസോ യുക്തസ്യ നാനാർത്ഥോ ഭ്രമ സ ഗുണദോഷഭാക്ക് കർമാ കർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിത. പുംസഃ അയുക്തസ്യ, അതായത് മനസ്സിനെ അടക്കാത്തതായിരിക്കുന്ന പുരുഷൻ, അദ്ദേഹത്തിന് നാനാർത്ഥ ഭ്രമം ഉണ്ടാവണം. അപ്പോൾ ഈ നാനാത്വ ബോധം ഉള്ളിടത്തോളം കാലം ഗുണദോഷങ്ങള്, ധർമാധർമ്മങ്ങള് എന്നീ ഭേദങ്ങളൊക്കെ സത്യമായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും. ഈ നാനാത്വബോധമുള്ള ആൾക്ക് കർമ്മം, അകർമ്മം, വികർമ്മം എന്നീ ഭേദങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇതം ജഗത് ആത്മനീക്ഷസ്വ വിതതമാത്മാനം മയ്യധീശ്വരേ. ഉദ്ധവരെ, വേണ്ട എന്താ വെച്ചാൽ ഇന്ദ്രിയങ്ങളെ നന്നായിട്ട് അടക്കുക. എന്നിട്ട് ആത്മനീക്ഷസ്വ
വിതതം ആത്മാനം മയ്യധീശ്വരേ ജഗത്ത് ആത്മനി ഈക്ഷസ്വ. ഈ ലോകത്തെ ആത്മാവില് കാണാം. ക്രമത്തില് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈ ആത്മാവിനെ എന്നില് ഭഗവാനിലും കാണാം. ആ ഒരു ക്രമത്തെയാണ് ഭഗവാൻ ഇവിടെ പറയണത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കുക, ഈ മനസ്സിനെ ജീവനിലും ജീവനെ പരമാത്മാവായിരിക്കുന്ന ഭഗവാനിലും ലയിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാഹ്യമായ ഈ സംസാരാനുഭവം തീരെ ഇല്ലാണ്ടായിത്തീരുന്നുണ്ട്. ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണാം ആത്മാനുഭവതുഷ്ടാത്മാ നാന്തരായേർ വിഹന്യതേ. ജ്ഞാനവിജ്ഞാന സമ്പന്നനായിട്ട് തീരുക. ഞാൻ ആത്മാവാണ് എന്ന അറിവുണ്ടാവുക, അത് ജ്ഞാനം. ആത്മാനുഭവം ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വിജ്ഞാനം. ജ്ഞാനവിജ്ഞാനം നേടാനായി കഴിഞ്ഞാൽ സംശയം വേണ്ട, മനസ്സ് ശാന്താവുകയാണ്. ഇങ്ങനെ ശാന്തമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ബാഹ്യമായ ഒരു തരത്തിലുള്ള തടസ്സവും അദ്ദേഹത്തെ ബാധിക്കില്ല എന്ന് അർത്ഥം. ആ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞ ഞാനും അങ്ങും വേറെയല്ല. ഇപ്പൊ നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോഴോ അങ്ങ് എന്നിൽ നിന്ന് അകന്നു എന്ന തോന്നല് അങ്ങേക്കുണ്ടാവില്ല. എപ്പോഴും ഞാൻ കൂടെയുണ്ട്, എപ്പോഴും ഭഗവാനാണ്. ആ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരണം. ദോഷബുദ്ധ്യോഭയാതീതോ നിഷേധാന്ന നിവർത്തതേ ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർഭക. ശ്രദ്ധിക്കണം, നല്ലൊരു ശ്ലോകമാണിത്. ഗുണദോഷ ഭേദമൊന്നും ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ബാധകല്ല. അത് ഇഷ്ടം പോലെ എന്തും ചെയ്യുന്നുള്ള ആ ഒരു അർത്ഥത്തിൽ പറയല്ല, അങ്ങനെ ധരിക്കരുത്. ഒരു ജ്ഞാനി ദോഷമാകുന്ന പ്രവൃത്തികളൊന്നും സാധാരണ ചെയ്യില്ല. അത് ദോഷം ഉണ്ടാവുമെന്ന് കരുതിയിട്ടൊന്നുമല്ല, അദ്ദേഹം അത് ചെയ്യില്ല. ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർഭക. എന്നാ കുറെ ഗുണം ഉണ്ടാവട്ടെ വെച്ചിട്ട് നല്ലത് ചെയ്യാ, അതുമില്ല. ഇവിടെ ഭഗവാൻ പറഞ്ഞെന്താ വെച്ചാൽ ദോഷമാകുന്ന പ്രവൃത്തികൾ ഒരു ജ്ഞാനി ചെയ്യില്ല. അതുപോലെ ഗുണം ഉണ്ടാവണ കാര്യങ്ങൾ ചെയ്തു എന്ന് വരും, പക്ഷെ തനിക്ക് ഗുണം ഉണ്ടാവണം എന്ന് കരുതിയിട്ടൊന്നുമല്ല ചെയ്യണത്. സ്വാർത്ഥത ലവലേശം പോലും ഒരു ജ്ഞാനിയെ സംബന്ധിച്ചില്ലാത്തതാണ്. അതുകൊണ്ട് ഈ ശ്ലോകത്തില് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു യഥാർഭക, അർഭക യഥാ, കുട്ടിയെ എന്ന പോലെ എന്നാണ്. ഇനി പറയാനുള്ള 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരു ബാലക, കുട്ടികൾ തന്നെയാണ്. കുട്ടികള് ചിലപ്പോൾ ചിലത് ചെയ്യും, ചിലത് ചെയ്തില്ല എന്ന് വരും. എന്നാ ഈ കുട്ടികളോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്തത്, അല്ലെ എന്താ നീ ഇത് ചെയ്യാത്തത് എന്ന് വെച്ചാൽ ഈ രണ്ടിനും കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഉണ്ടാവില്ല. ആ നിഷ്കളങ്ക ഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. സർവഭൂത സുഹൃശാന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. ഇവിടെ ഭഗവാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഭഗവാനെ അറിഞ്ഞതായിരിക്കുന്ന ഒരു സാധകൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ആ സ്നേഹം അദ്ദേഹത്തിന്റെ മനസ്സിനെ ബാധിക്കുന്നില്ല. അദ്ദേഹം എന്നെ കാണുന്നുണ്ട്. എവിടെ? പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. ഈ ലോകം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നതായിട്ട് ആ സാധകന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ ലോകത്തിൽ സഞ്ചരിക്കുക. അങ്ങനെയുള്ള ഒരു ജ്ഞാനിക്ക്, ആ ഒരു സാധകന് രണ്ടാമതൊരു ജന്മം ഉണ്ടാവണില്ല. ഇപ്രകാരമുള്ള ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഉദ്ധവരുടെ മനസ്സിന് ചെറിയൊരു തണുപ്പ് ആ ഭഗവാനോട് ചേർന്നിരിക്കുമ്പോൾ ഉദ്ധവര് പ്രണിപത്യ ആ ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ചു. തത്വജിജ്ഞാസു, ആ തത്വത്തെ നന്നായിട്ട് അറിയണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് ഭഗവാനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യോഗേശ യോഗവിന്യാസ യോഗാത്മൻ യോഗസംഭവ നിശ്രേയസായ മേ പ്രോക്ത ത്യാഗ സന്യാസലക്ഷണ. ഭഗവാനെ, നിശ്രേയസായ മേ പ്രോക്ത ത്യാഗ സന്യാസലക്ഷണ. മുക്തിക്ക് വേണ്ടിയിട്ട് അല്ലെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ത്യജിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മഹാപ്രഭു അവിടുന്ന് പറഞ്ഞു തന്നു. എന്നാലും ഭഗവാനെ, ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭീ
സതരാം ത്വയി സർവാത്മന്ന ഭക്തൈരിതി മേ മതി. സുതരാം ത്വയി സർവാത്മന്ന ഭക്തൈരിതി മേ മതി. ഈ ഉപേക്ഷിക്കാൻ പറയാൻ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. ഈ ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം എങ്ങനെയാണ് ഭഗവാൻ ഈ സ്നേഹത്തേക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുക? പരമപ്രേമയായ ഭക്തിയുള്ളവർക്കത് സാധിക്കും. സാധാരണ ഒരാൾക്ക് പറ്റുമോ? ഉദ്ധവർ പറഞ്ഞെന്ന് വെച്ചാൽ ഈ മമതയെ, എന്റേത് എന്നതായ ഈ തോന്നലിനെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കി തീർക്കണം. അതിന് വേണ്ടതായിരിക്കുന്ന അനുഷ്ഠാനങ്ങള്, ആ ഒരു വഴി എന്താ വെച്ചാൽ അവിടുന്ന് എനിക്ക് പറഞ്ഞു തരണം. ഈ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം. അതിനുള്ള മാർഗം അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തന്ന തിരക്കിടില്ല ഭഗവാനെ. തസ്മാത് ഭവന്തമനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമകുണ്ഠ വികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീരഹുഹ വ്രജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്യേ. വേണ്ടതായ ആ വഴി പറഞ്ഞു തരാൻ അങ്ങല്ലാതെ വേറൊരു ഗുരുവിനെ ഞാനിപ്പോ കാണുന്നില്ല. ആയതിനാൽ സർവജ്ഞനായിരിക്കുന്ന അങ്ങയെ തന്നെ നാരായണം നരസഖം ശരണം പ്രപദ്യേ, അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞ് ഉദ്ധവര് അവിടെ നമസ്കരിച്ചു ഭഗവാന്റെ പാദത്തില്. ഉദ്ധവരുടെ പ്രാർത്ഥന ഭഗവാൻ അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടു. ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ, പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണാഃ സമുദ്ധരന്തി ഹ്യാത്മാനാം ആത്മനൈവാശുഭാശയാൽ. ഉദ്ധവരെ, ഈ മനസ്സിലെ ചില മാലിന്യങ്ങളാണ് ഈ ശരീരാഭിമാനത്തെ വല്ലാതെ കണ്ട് ഉറപ്പിച്ചു നിർത്തുന്നത്. അപ്പോൾ ഈ വിവേകികള് എന്താ ചെയ്യാച്ചാൽ ലോകതത്വത്തെ വേണ്ട പോലെ വിചാരം ചെയ്ത് അറിയണ്ട്, മനസ്സിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷയവാസനകളിൽ നിന്ന് അവര് സ്വയം മുക്തരാവാറുണ്ട്, രക്ഷപ്പെടാറുണ്ട്. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷത യത് പ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. ആത്മനോ ഗുരു ആത്മൈവ. ഭഗവാൻ പറയണു, തനിക്ക് താൻ തന്നെയാണ് ശരിയായ ഗുരു. പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ഈ ദേഹബോധത്തെ, ശരീരബോധത്തെ അകറ്റാൻ സാധിക്കും. എന്തെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കള് നശിക്കുന്നതാണ് എന്ന അറിവുണ്ടായി കഴിഞ്ഞാൽ അത് പ്രത്യക്ഷമാണ്. നശിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കളില് നാശരഹിതമായിരിക്കുന്ന ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. വിചാരം കൊണ്ട് അതിനെ അറിയുക, അത് അനുമാനം. പുരുഷത്വച്ഛമാം ധീര സാഖ്യയോഗ വിശാരദാ ആവിസ്തരാം പ്രപശ്യന്തി സർവശക്ത്യുപബൃംഹിതം. സാഖ്യയോഗ വിശാരദാ ധീരാഃ. സാഖ്യയോഗ ശാസ്ത്രത്തില് സമർത്ഥരായിരിക്കുന്ന വിവേകികളുണ്ട്. അവർ അതിലൂടെ വിചാരം ചെയ്ത് എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ പറയണെന്താ വെച്ചാൽ, ഭൂമി മുതലായിരിക്കുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരമല്ല താനെന്ന് ബോധം ഉണ്ടാവുക. ശബ്ദസ്പർശാദികളെ അറിയാനുള്ളതായ കർമ്മേന്ദ്രിയങ്ങളോ അഥവാ ജ്ഞാനേന്ദ്രിയങ്ങളോ ഒന്നും ഞാനല്ല എന്നുള്ള ബോധം ഉണ്ടാവുക. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇതൊന്നും ഞാനല്ല. ഈ പറഞ്ഞതിനെല്ലാം ആശ്രയമായിരിക്കണ ഒന്നുണ്ട്, ആത്മാവുണ്ട്. ആ ആത്മാവിനെ നന്നായിട്ട് തിരിച്ചറിയുക. ഇപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ ഒരു ശരീരം കിട്ടിയിട്ടുണ്ട്. ഈ ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മമാണ് ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത്. ഏക ദ്വി ത്രി ചതുഷ്പാദോ ബഹുപാദസ്തഥാപത ബഹ്വഃ സന്തി പുരസൃഷ്ട താസാം മേ പൗരുഷീ പ്രിയ. ഭഗവാൻ ഒരുപാട് സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട്. ഒരു കാലുള്ളതുണ്ട്, രണ്ട് കാലുള്ളതുണ്ട്, മൂന്ന് കാലുള്ളതുണ്ട്, നാല് കാലുള്ളതുണ്ട്, ബഹുപാദ ഒരുപാട് കാലുകളുണ്ട്, കാലുകളേ ഇല്ലാത്തതുണ്ട്. ബഹ്വസന്തി പുരസൃഷ്ടാസ്താസാം മേ പൗരുഷീ പ്രിയ.
ഇത്രയധികം ഭഗവാൻ പറയണു, ഇത്രയധികം സൃഷ്ടികൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇത്രയധികം ശരീരങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതില് പൗരുഷീ പ്രിയ നൃദേഹത്തെ, ഈ മനുഷ്യ ശരീരത്തിന് കുറച്ച് പ്രത്യേകതയുണ്ട്. ഈശ്വരനെ ഭജിക്കാനും ഈശ്വരനെ അറിയാനും ഭഗവാനോട് എളുപ്പം അടുക്കാനും പറ്റുന്ന ഒരു ശരീരമാണ് ഈ മനുഷ്യ ശരീരം. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാ. നല്ലൊരു ജന്മം, മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്രമാം മൃഗയന്ത്യദ്ധായുക്ത ഹേതുഭിരീശ്വരം ഗൃഹ്യമാണേർ ഗുണേർ ലിംഗേരഗ്രാഹ്യമനുമാനത. ആത്മാവിനെ അറിയണം, ഭഗവാനെ അറിയണം. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങള് ഇവയൊക്കെ പ്രകാശിപ്പിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഇവയിലൂടെ തന്നെ നമുക്ക് ആ ഭഗവാനെ അറിയാനും സാധിക്കും. അപ്പോൾ ദുർലഭമായി കിട്ടിയ ഈ ഒരു മനുഷ്യജന്മത്തില് ഈ ശരീരത്തിനകത്ത് ഇരുന്ന് തിരയുക. ആരെ തിരയുക? ഭഗവാനെ തന്നെ തിരയുക. ആ ഭഗവാനിലേക്ക് എത്താൻ നോക്കുക. നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ വിചാരശക്തിയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ശരീരാഭിമാനത്തെ അകറ്റുക, ആത്മതത്വത്തെ നന്നായിട്ട് മനസ്സിലാക്കുക. ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ, എന്നില് എളുപ്പത്താൻ സാധിക്കും. ഈ ആശയത്തെ ഉറപ്പിക്കാനാണ് ദത്താത്രേയ ഗീത അല്ലെങ്കിൽ അവധൂത ഗീത അഥവാ 24 ഗുരുക്കന്മാരെ കുറിച്ച് ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത്. പതുക്കെ ആ ആശയത്തിലേക്കാണ് ഏകാദശം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. യദു മഹാരാജാവും അവധൂതനും തമ്മിലുണ്ടായതായ ഒരു സംവാദം. അവധൂതം ദ്വിജം കഞ്ചിച്ചരന്തമകതോ ഭയം കവിം നിരീക്ഷ്യ തരുണം യദു പപ്രച്ഛ ധർമ്മവിത്ത്. ഒരിക്കലും യദു മഹാരാജാവ് തന്റെ യാത്രക്കിടയിൽ ഭയരഹിതനായിക്കൊണ്ട് ആത്മാനുഭൂതിയുടെ ആ ഒരു ആനന്ദത്തില് നീങ്ങണ പരമജ്ഞാനിയും യുവാവുമായ അവധൂതനെ കാണാനിടയായി. ധാർമ്മികനായിരിക്കുന്ന യദു മഹാരാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, കുതോ ബുദ്ധിരിയം ബ്രഹ്മന്നകർത്തുസ്സു വിശാരദ യാമാസാദ്യ ഭവാം ലോകേ വിദ്വാം ചരതി ബാലവത്. മഹാത്മൻ, അങ്ങേക്ക് ഇത്ര നിർമ്മലമായിരിക്കുന്ന ജ്ഞാനം എങ്ങനെയാണ് ഉണ്ടായത്? അങ്ങ് എല്ലാം അറിയുന്ന ആളാണ്. അപ്പൊ ആ ഒരു ജ്ഞാനത്തിന്റെ ശക്തിയിലാണ് അങ്ങ് ഇപ്പൊ നീങ്ങണത്. നോക്കണേ, വിദ്വാം ചരതി ബാലവത്ത്. എല്ലാം അറിയണവനാണെങ്കിലും അങ്ങ് ഒരു കുട്ടിയെ പോലെ, ഈ കുട്ടിയെ പോലെ എന്ന് പറയാൻ കാരണം കുട്ടികൾക്ക് എപ്പോഴും സന്തോഷമാണ്. എല്ലാം അറിയണ അങ്ങ് ഒന്നും അറിയാത്ത ആളെ പോലെ ഇങ്ങനെ നടക്കണമല്ലോ. പ്രായോ ധർമാർത്ഥകാമേഷു വിവിത്സായാം ച മാനവാഃ ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശസ ശ്രിയാ. ലോകത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു നിയമമാണ് ഇവിടെ യദു മഹാരാജാവ് ഈ ശ്ലോകത്തിൽ എടുത്തു പറയണത്. പ്രായോ ധർമാർത്ഥകാമേഷു. സാധാരണ ഈ ജനങ്ങള് ധർമാർത്ഥകാമങ്ങള് അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് അനുഷ്ഠിക്കണം എന്തിനു വേണ്ടിയിട്ടാ വെച്ചാൽ ചിലതൊക്കെ സമ്പാദിക്കാനാണ്. ആയുസ്, ധനം, കീർത്തി, ഇതൊക്കെ സമ്പാദിക്കാനാണ്. എന്നാ അങ്ങാണെങ്കിലോ തും തു കൽപ്പ കവി ദക്ഷ സുഭഗോമൃതഭാഷണ ന കർത്താ നേഹസേ കിഞ്ചിത് ജഡോന്മത്ത പിശാചവത്. തും തു അങ്ങാവട്ടെ, കൽപ്പ നല്ല ആരോഗ്യമുള്ള ആളാണ്, നല്ല ശക്തനാണ് അങ്ങ്. ആരോഗ്യത്തിനൊന്നും യാതൊരു കുറവുമില്ല. കവി, മഹാവിദ്വാനാണ് അങ്ങ്. ദക്ഷ, ദക്ഷ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താ വെച്ചാൽ സമർത്ഥനാണ്. അപ്പൊ നല്ല സാമർഥ്യം, നല്ല സമർത്ഥനാണ് അങ്ങ്. സുഭഗ, കാണാനോ അതീവ സുന്ദരനും. ജ്ഞാനനിഷ്ഠ കൊണ്ട് നല്ല തേജസ്വിയാണ് എന്നർത്ഥം. അമൃതഭാഷണ, അമൃതഭാഷണം, മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ അങ്ങേക്ക് ഉണ്ടായിട്ടും അങ്ങിപ്പോ നടക്കണത് എങ്ങനെയാ? ജഡോന്മത്ത പിശാചവത്ത്. ഭ്രാന്തനെ പോലെ, ഉന്മത്തനെ പോലെ ജഡനായിക്കൊണ്ട് ഇങ്ങനെ നടക്കണമല്ലോ. അപ്പൊ എനിക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടെയും ഒന്നും ആഗ്രഹിക്കാണ്ടെയും ഇങ്ങനെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? നിഷ്കാമാവസ്ഥയിലേക്ക് എങ്ങനെ ഈ മനസ്സിനെ ഉയർത്താൻ സാധിക്കുക? ജനേഷു ദഹ്യമാനേഷു കാമലോഭദവാഗ്നിന
ന തപ്യസേഗ്നിന മുക്തോ ഗംഗാംഭസ്ത ഇവ ദ്വിപ. എന്നാൽ സാധാരണ ഈ സംസാരത്തിലെ ഈ ജനങ്ങളാണെങ്കിലോ കാമലോഭദവാഗ്നിന, കാമക്രോധാദികളാകുന്ന ഈ കാട്ടുതീയിൽ പെട്ട് സാധാരണ ജനങ്ങൾ ആകെ വലയാണ്. എന്നാൽ അതിലൊന്നും അങ്ങ് പെട്ടിട്ടില്ല. ഏതുപോലെ എന്നാണെങ്കിൽ മനോഹരമായിട്ട് ഉപമിച്ചു ഇവിടെ. കാടിന് തീ പിടിച്ച സമയത്ത് മറ്റ് പല മൃഗങ്ങളും വെന്ത് ഇല്ലാതായിത്തീരുന്ന സമയത്ത് ഈ ആണി എന്ത് ചെയ്തു വെച്ചാൽ അതാ ഗംഗാ നദിയിലെ വെള്ളത്തിൽ പോയിട്ട് കിടന്നു. ആ തണുപ്പ് നന്നായിട്ട് അനുഭവിച്ച് ആനന്ദിച്ചു. അപ്പൊ ഇവിടെ ഈ ലോകര് പലരും ഈ കാമാഗ്നിയിൽ പെട്ട് ആകെ നീറണം, വേവണം. ഈ സമയത്ത് അങ്ങാണെങ്കിലോ അങ്ങ് ജ്ഞാനഗംഗയില് ആറാടി ആനന്ദിക്കുക ചെയ്യണത്. എങ്ങനെയാണ് അങ്ങേക്ക് ഇപ്രകാരം ആനന്ദിക്കാൻ സാധിക്കുന്നത്? ഇതൊന്ന് പറഞ്ഞു തന്നാൽ തിരക്കടില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്കും ആ ആനന്ദം കുറച്ചൊന്ന് കിട്ടുകയാണെങ്കിൽ അതൊരു സന്തോഷമല്ലേ. ദത്താത്രേയർ അവധൂതൻ ഒന്നും മിണ്ടിയില്ല. ഇത് മഹാരാജാവ് വീണ്ടും പറഞ്ഞു, തും ഹി ന പൃച്ഛതാം ബ്രഹ്മൻ ആത്മന്യാനന്ദകാരണം ബ്രൂഹി സ്പർശവിഹീനസ്യ ഭവതഃ കേവലാത്മനാ. വളരെ വിനയത്തോടു കൂടിയിട്ട് യദു മഹാരാജാവ് വീണ്ടും ചോദിച്ചു, പറയൂ നീ ആനന്ദത്തിന് കാരണമായിട്ട് ബാഹ്യമായി ഒന്നും അങ്ങ് സ്വീകരിച്ചതായിട്ട് ഇവിടെ കാണുന്നില്ല. അങ്ങേക്ക് ആനന്ദം എവിടെ നിന്നുണ്ടായി? ഇത് അറിയാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ ഉള്ളവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പറയണേ, അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് വീണ്ടും ആ യദു മഹാരാജാവ് ആ അവധൂത ബ്രാഹ്മണനെ നമസ്കരിക്കുകയാണ്. കുറച്ചു നേരം ഒന്ന് യദു മഹാരാജാവിനെ ഇദ്ദേഹം നോക്കി. എന്നിട്ട് പറഞ്ഞു, രാജാവേ, കുറെ പേരെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഗുരുക്കന്മാരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് പഠിച്ച ജ്ഞാനം, അവരിൽ നിന്ന് മനസ്സിലാക്കിയ ആ ഒരു അറിവാണ് എന്നെ ഇങ്ങനെ മുക്തനായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കാനായിട്ട് അനുവദിക്കുന്നത്. ആരാ ഗുരുക്കന്മാര്? കേട്ടോളൂ. പൃഥ്വി, വായു, ആകാശ, ആപോ, അഗ്നിശ്ചന്ദ്രമാരവി, കപോതോജകര, സിന്ധു, പതംഗോ, മധുകൃദ്ഗജ, മധുഹ, ഹരിണോ, മീന, പിംഗളാ, കുരരോർഭഗ, കുമാരീ, ശരകൃത്, സർപ്പ, ഊർണനാഭി, സുപേശകൃത്, ഏതേ മേ ഗുരവോ രാജം ചതുർവിംശതിരാശ്രിതാഃ ശിക്ഷാ വൃത്തിഭിരേതേഷാം അന്വശിക്ഷമിഹാത്മന. ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, പ്രാവ്, പെരുമ്പാമ്പ്, സമുദ്രം, ഇങ്ങനെ പോണോ 24 ഗുരുക്കന്മാരെ എനിക്കുണ്ട്. യതോ യദനുശിക്ഷാമി യഥാ വാ നാഹുഷാത്മജ. ഇനി അവരിൽ നിന്ന് 24 പറഞ്ഞല്ലോ, അവർ ഓരോരുത്തരിൽ നിന്ന് എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞുതരാം. തുടർന്ന് 24 ഗുരുക്കന്മാരെയാണ് ഇവിടെ വിസ്തരിക്കുന്നത്. ആദ്യത്തെ ഗുരുവാണ് ഭൂമി. ഈ ഭൂമിയിൽ നിന്ന് ക്ഷമ എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഇപ്പൊ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കുത്തുണ്ട്, കുഴിക്കുണ്ട്, പിന്നെ പലതരത്തിലുള്ള മലിന പദാർത്ഥങ്ങൾ കൊണ്ട് തള്ളുണ്ട് ഈ ഭൂമിയിൽ. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് ഒരു വികാരമൊന്നുമില്ല, ഒക്കെ സഹിക്കുക എന്നത്. സർവം സഹയാണ് ഈ അമ്മ. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്താ വെച്ചാൽ, ഇപ്പൊ പ്രാരബ്ധവശാൽ പലതരത്തിലുള്ള ഉപദ്രവങ്ങള് പലരിൽ നിന്നും സഹിക്കേണ്ടതായിട്ട് വരും. ആ സമയങ്ങളിലൊക്കെ ഒരു സാധകൻ എന്താ വേണ്ടത്? ക്ഷമയോടുകൂടിയിട്ട് സഹിക്കുക. വേറൊന്നും ചെയ്യരുത്. പ്രതികാരം ചെയ്യാൻ പോവേ അല്ലെ മനസ്സ് ക്ഷോഭിക്കേ അതൊന്നും വേണ്ട. ആ ഒരു സഹനശക്തി നല്ലോണം ഉണ്ടാവട്ടെ. ഈ ഭൂമിയിൽ ധാരാളം പർവ്വതങ്ങളുണ്ട്, അത് വൃക്ഷങ്ങൾ ധാരാളമുണ്ട്. ഇവയിൽ നിന്ന് പഠിക്കേണ്ടത് പരോപകാരമാണ്. ഇപ്പൊ വൃക്ഷങ്ങളില് ഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഫലങ്ങളൊന്നും വൃക്ഷങ്ങൾ തൻ്റെ സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ടല്ല എടുക്കുന്നത്, മറ്റുള്ളവർക്ക്. പർവ്വതങ്ങളിൽ നിന്ന് ഒരുപാട് ഉറവകൾ പുറത്തേക്ക് വരുന്നുണ്ട്, അത് അരുവിയായിട്ട് മാറുന്നുണ്ട്, ജലാശയങ്ങളായിട്ട് മാറുന്നുണ്ട്, അല്ലെ നദിയായിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ്. അപ്പോൾ നമ്മുടെ ഈ ജീവിതവും മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്രദമായിട്ട് തീരട്ടെ എന്നർത്ഥം. അടുത്ത ഗുരു വായുവാണ്. അടുത്ത ഗുരു ഈ വായുവിന് പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു ചേർച്ചയുമില്ല. മനസ്സിലാവുന്ന രീതി ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു
പൂത്ത മുല്ലച്ചെടിയുടെ ഇടയിൽ കൂടി കാറ്റ് വീശിക്കഴിഞ്ഞാൽ സുഗന്ധം ഉണ്ടാവുന്നുണ്ട്. ഒരു ചണ്ടിക്കൂമ്പാരത്തിനിടയിൽ കൂടി ഇതേ കാറ്റ് വീശിക്കഴിഞ്ഞാൽ അവിടെ ദുർഗന്ധം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ വായുവിനെ സംബന്ധിച്ച് അവിടെ സുഗന്ധോ ദുർഗന്ധോ വായുവിന്റെ ഗുണമല്ല. ഈ ഗുണങ്ങള് അല്പസമയം ഈ വായുവായിട്ട് ബന്ധം വെക്കേണ്ടതല്ലാതെ മറിച്ച് ഇങ്ങോട്ട് യാതൊരു ബന്ധവുമില്ല. ഇതുപോലെ ആവണം ഒരു യോഗി, ഒരു സാധകൻ. എങ്ങനെ ആവണം? നിസ്സംഗനായിട്ട് വേണം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതാണ് ഈ വായുവിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ഗുരു ആകാശാണ്. അടുത്ത ഗുരു ആകാശം ഇല്ലാത്തതായിരിക്കുന്ന ഒരിടം പോലുമില്ല. സർവത്ര എല്ലായിടത്തും അകത്തും പുറത്തും ഒക്കെ ആകാശം നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇതേപോലെയാണ് ആത്മാവിന്റെ അവസ്ഥ. സർവത്ര നിറഞ്ഞിരിക്കുകയാണ് ഈ ആത്മാവ്. അകത്തും പുറത്തും എല്ലാം ഒരുപോലെ നിറഞ്ഞിരിക്കുകയാണ് ഈ ആത്മാവ് എന്ന് ഈ ആകാശത്തുനിന്ന് മനസ്സിലാക്കണം. തേജോഭന്നമയേർ ഭാവൈഃ മേഘാദ്യേർ വായുനേരിതൈഃ ന സ്പൃശ്യത്തെ നഭസ്തദ്വത് കാലസൃഷ്ടൈഃ ഗുണൈഃ പുമാൻ. തേജോഭന്നമയൈഃ അഗ്നി, ജലം, അന്നം. അപ്പൊ ഇവിടെ വികാരമാണ് ഈ ഒരു ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരമാവട്ടെ ആത്മാവിനെ ആശ്രയിച്ച് ഇരിക്കണമുണ്ട്. ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞു. മേഘാദ്യേർ വായുനേരിതൈഃ ന സ്പൃശ്യത്തെ നഭസ്തദ്വത്. വായുവിന്റെ ശക്തിയില് മേഘങ്ങൾ ചലിക്കുന്നുണ്ട്. എവിടെ? ആകാശത്താണ്. അവ തമ്മിൽ ചേരുന്നുണ്ട്, മേഘങ്ങൾ തമ്മിലൊക്കെ ചേരുന്നുണ്ട്. ഈ ആകാശത്തെ ആശ്രയിച്ച് മേഘങ്ങൾ നിൽക്കണു എന്നല്ലാതെ ഈ ആകാശത്തിന് ഈ മേഘങ്ങളായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം ആത്മാവിനെ ആശ്രയിച്ച് നിൽക്കണമെന്നല്ലാതെ ഈ ആത്മാവിന് ഈ ദേഹമായിട്ട് ഒരു ബന്ധമില്ല. ഈ ഒരു ആശയമാണ് ആകാശത്തിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അടുത്തത് ജലം. സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധോ മാധുര്യ തീർത്ഥഭൂ നൃണാം മുനി പുനാത്യപാമിത്രമീക്ഷോപസ്പർശകീർത്തനൈഃ. ജലത്തിന് ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവുണ്ട്. അത് എവിടുന്ന് കിട്ടി? നിർമ്മലം എന്നൊരു ഭാവമാണ് ആ ജലത്തിനുള്ളത്. ഒരു വസ്തുവിൽ പറ്റിപ്പിടിച്ച് അഴുക്ക് കളയാൻ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ആ ജലത്തിന് ആ വസ്തുവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഈ ജലത്തുനിന്ന് പഠിക്കാൻ സാധിച്ചത് എന്താ വെച്ചാൽ സ്വയം ശുദ്ധനായിട്ട് മറ്റുള്ളവരെ ശുദ്ധീകരിക്കുക കൂടി വേണം. അടുത്ത ഒരു അഗ്നിയാണ്. തേജസ്വി തപസാ ദീപ്തോ ദുർധർഷോദരഭോജന സർവഭക്ഷോഭിയുക്താത്മാ നാദത്തെ മലമഗ്നിവത്. തപസ്സുകൊണ്ട് തേജസ്വിയായിട്ട് മറ്റുള്ളവർക്ക് അതിക്രമിക്കാൻ കഴിയാത്തവനായിട്ട് ജീവിക്കണമെന്ന് അഗ്നി എന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർവഭക്ഷോഭിയുക്താത്മാ നാദത്തെ മലമഗ്നിവത്. അഗ്നിയിൽ എന്ത് സമർപ്പിച്ചു കഴിഞ്ഞാലും അതിന്റെ ഗുണദോഷങ്ങൾ നോക്കാണ്ടാണ് അഗ്നി അതിനെ ദഹിപ്പിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈ ഭിക്ഷയായിട്ട് കിട്ടുന്ന പദാർത്ഥങ്ങള് അതിന്റെ ഗുണദോഷങ്ങള് നോക്കാതെ ഭക്ഷിക്കണം എന്ന ഒരാശയം ഈ അഗ്നി എന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അഗ്നി എന്ന് പഠിക്കാനുണ്ട്. ക്വചിച്ഛന്ന ക്വചിത് സ്പഷ്ട ഉപാസ്യ ശ്രേയ ഇച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതൃണാം ദഹൻ പ്രാഗുത്തരാശുഭം. വിറകുള്ള സമയത്ത് അഗ്നി നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്. വിറക് തീർന്നു കഴിഞ്ഞാലോ അത് അവ്യക്തമായിട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു സാധകൻ ഇതുപോലെയാണ്. തന്റെ പ്രകാശത്തെ, തന്റെ മാഹാത്മ്യത്തെ പ്രകാശിപ്പിച്ചും ചിലപ്പോൾ തന്നിൽ ഒതുക്കിയും ജീവിക്കണം. വിറകിന്റെ ആകൃതിക്കനുസരിച്ചാണ് അഗ്നി പ്രകടമാവുന്നത്. അഗ്നിക്ക് രൂപം ഉണ്ടോയെന്ന് വെച്ചാൽ രൂപമുണ്ട്. എന്നാൽ എന്താ രൂപം എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ആർക്കും പറയാൻ കഴിയില്ല. പഞ്ചഭൂതങ്ങളില് മൂന്നാമത്തെ ആണല്ലോ അഗ്നി. ആ 3 ഗുണങ്ങൾ അഗ്നിക്കുണ്ട്: ശബ്ദ, സ്പർശ, രൂപം. അപ്പൊ ഈ രൂപമുള്ള വസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈ രൂപമില്ലാത്തത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ എന്താണ് ഈ അഗ്നിയുടെ രൂപം? അത് ഉപാധിയെ ആശ്രയിച്ചിരിക്കും. വലിയൊരു വിറകാണ് കത്തണ വെച്ചാൽ ആ ഒരു ആകൃതി, ചെറിയൊരു തിരിയാണ് കത്തണ വെച്ചാൽ ആ ഒരു ആകൃതി. ഇതേപോലെയാണ് ഈ ജീവന്റെ അവസ്ഥ, ആത്മാവിന്റെ അവസ്ഥ. ഈ ജീവൻ ഈ ഒരു ദേഹത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഏത് ദേഹത്തിനകത്താണോ കയറുന്നത് ആ ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഈ ഒരു ആശയവും അഗ്നി എന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്.
അഗ്നിയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ജ്വാലകള്, അഗ്നിജ്വാലകള് അനുനിമിഷം ഉണ്ടായി നശിക്കുകയാണത്. ഇതേപോലെയാണ് ഈ സംസാരത്തിൽ കാണുന്ന ഈ ജീവജാലങ്ങളുടെ അവസ്ഥ. അപ്പൊ ഉൽപ്പത്തിയും ലയവും ഇതെല്ലാം അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട. കത്തുന്ന ഒരു തിരി വിളക്കുന്ന് പുറത്തേക്ക് എടുത്ത് നേരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തുള്ളതായിരിക്കുന്ന അഗ്നിജ്വാല അതങ്ങനെ മുകളിലേക്ക് നീങ്ങണത് കാണാം. തിരി തിരിച്ചു പിടിച്ചാലും താഴ്ത്തി പിടിച്ചാലും അതിലുള്ള അഗ്നിജ്വാല, തിരി എങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും അതിലുള്ള അഗ്നിജ്വാലയ്ക്ക് ഒറ്റ ദിശ മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആവണം നമ്മുടെ ഉത്സാഹവും. എപ്പോഴും മുന്നോട്ട് പോണതാവണം, പുറകോട്ട് പോകരുത്. ഇത്തരം ആശയങ്ങളൊക്കെ അഗ്നി എന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചന്ദ്രനാണ് അടുത്ത ഗുരു. വിസർഗാദ്യാശ്മശാനാന്ത ഭാവാദേഹസ്യ നാത്മന കലാനാം ഇവ ചന്ദ്രസ്യ കാലേന വ്യക്തവർത്മന. വിസർഗാദ്യ ശ്മശാനാന്ത, താല്പര്യം എന്താ വെച്ചാൽ ജന്മം മുതൽ മരണം വരെ എന്നർത്ഥം. അപ്പൊ ഈ ജന്മം മുതൽ മരണം വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം മാറുന്നുണ്ട്. ഓരോ നിമിഷം കഴിയും തോറും ഈ ദേഹത്തിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ദേഹത്തിന് മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ. ദേഹിക്ക്, ആത്മാവിന് അവിടെ വല്ല മാറ്റവും സംഭവിക്കുന്നുണ്ടോ? ഒരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല. ചന്ദ്രനെ നോക്കിയിട്ടാണ് ഇത് പഠിക്കാൻ സാധിച്ചത്. ചന്ദ്രന് ഒരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല. പക്ഷെ കലകൾ മാറുന്നുണ്ട്. അപ്പോൾ കലകൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. യഥാർത്ഥത്തിൽ ചന്ദ്രന് യാതൊരു മാറ്റവും. ഇതുപോലെ ഇതെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ആത്മാവിന് യാതൊരു മാറ്റവും എന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ഒരു സൂര്യനാണ്. ഗുണൈഹി ഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചത്തെ നതേഷു യുജ്യത്തെ യോഗി ഗോഭിർഗ ഇവ ഗോപതി. സൂര്യൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഉഷ്ണകാലത്ത് ജലത്തെ വലിച്ചെടുക്കണ്ട, അത് വേണ്ട സമയത്ത് പിന്നീട് വിട്ടുകൊടുക്കണമുണ്ട്. സൂര്യനാണെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ചൊരു ഭാവമൊന്നുമില്ല. ഞാൻ എടുത്തവനാണ്, ഞാൻ കൊടുക്കണവനാണ്, അങ്ങനെ വല്ല ഭാവവും ഈ സൂര്യനെ സംബന്ധിച്ചുണ്ടോ? ഇല്ല. സൂര്യൻ നമുക്ക് ജീവിക്കാൻ വേണ്ട വെളിച്ചം തരുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഊർജം തരുന്നത് ഈ സൂര്യനാണ്. പക്ഷേ സൂര്യനാണെങ്കിൽ ഇതൊന്നും പറഞ്ഞു നടക്കാറില്ല. ആ ഒരു ഭാവവും സൂര്യദേവനെ സംബന്ധിച്ച് ഇല്ലാത്തതാണ്. അപ്പൊ ഒരു യോഗിയും ഇതുപോലെ ആവണമെന്നാണ്. നന്നായിട്ട് പഠിക്കുക. എവിടെ നിന്നൊക്കെയാണോ അറിവ് സമ്പാദിക്കാൻ സാധിക്കുക അതൊക്കെ വേണ്ട പോലെ എടുക്കുക. ആവശ്യമുള്ളപ്പോൾ അത് മറ്റുള്ളവർക്കായിട്ട് പകർന്നു കൊടുക്കുക. അഹങ്കാരം ഉണ്ടാവുകയും ചെയ്യരുത്. ഈ സൂര്യനെ പോലെ എടുത്തുവെന്നോ കൊടുത്തുവെന്നോ അങ്ങനത്തെ ഒരു ഭാവം ഒന്നും ഉണ്ടാവരുത്. സൂര്യൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും സൂര്യനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. ഒരു സമയത്ത് സൂര്യൻ ഉദിക്കുന്നുണ്ട്, ഒരു സമയത്ത് അസ്തമിക്കുന്നുണ്ട്. ഇന്ന് വരെ സൂര്യൻ തൻ്റെ ആ ഒരു നിയമം തെറ്റിച്ചിട്ടില്ല. അപ്പൊ ഇതൊന്നും എന്താ മനസ്സിലാക്കേണ്ടത്? കൃത്യനിഷ്ഠതയാണ്. അപ്പൊ കൃത്യനിഷ്ഠതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിത വിജയം ഉണ്ടാവുള്ളൂ എന്ന് സൂര്യനിൽ നിന്ന് പഠിച്ചെടുക്കുക. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതിനിടയ്ക്ക് സൂര്യൻ പലതും കാണുന്നുണ്ട്. ലോകര് സൽക്കർമ്മം ചെയ്യുന്നത് കാണുന്നുണ്ട്, അതേപോലെ ചിലര് ദുഷ്കർമ്മം ചെയ്യണത് കാണുന്നുണ്ട്. ആ സൂര്യനാവട്ടെ ഒന്നിനെയും പ്രതികരിക്കാറില്ല. നന്നായി എന്നും പറയാറില്ല, മോശമായി എന്നും പറയാറില്ല. അപ്പൊ എന്തുകൊണ്ട് നമുക്കും ഇതുപോലെ ആയിക്കൂടാ? ഒന്നിനെയും പ്രതികരിക്കാൻ നിൽക്കരുത്. നസ്തുവീത നന്ദിന്ദേത എന്ന് ഭാഗവതം ചില ഘട്ടങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഇത്തരം ആശയങ്ങളൊക്കെ സൂര്യനിൽ നിന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തില് അവസാനമായിട്ട് പറയുന്നത് കപോത്തം. അടുത്തൊരു ഗുരുവാണ് പ്രാവ്. ഇതൊരു കഥാരൂപത്തിലാണ് പറയുന്നത്. ഒരിക്കലൊരു ആൺപ്രാവ് കാട്ടിലിങ്ങനെ പറന്ന് നടക്കുന്ന സമയത്ത് ഒരു പെൺപ്രാവിനെ കണ്ടു. അവർ തമ്മിൽ ഇഷ്ടമായി, കല്യാണം കഴിച്ചു, കൂടുകൂട്ടി താമസാക്കി. അതിനിടയ്ക്ക് ഇവർക്ക് 4 കുട്ടികളുണ്ടായി. ഒരിക്കല് അച്ഛൻ പക്ഷിയും അമ്മ പക്ഷിയും എന്തോ ആവശ്യത്തിന് പുറത്തു പോണ സമയത്ത് കുട്ടികളോട് പറഞ്ഞു, മക്കളെ അടങ്ങിയിരിക്കണം, വികൃതി ഒന്നും കാണിക്കരുത് പറഞ്ഞു. കുട്ടികൾ അടങ്ങിയിരിക്കുമോ? ഇല്ല. അച്ഛനും അമ്മയും പുറത്തുപോയ തക്കം നോക്കിയിട്ട് ഈ കുഞ്ഞുങ്ങൾ എന്താ ചെയ്തു വെച്ചാൽ ആ കുഞ്ഞി ചിറകിട്ട് ഇങ്ങനെ പടപടാന്ന് അടിച്ചു. ഇതേ സമയം ഒരു വേടൻ ഈ പക്ഷികളെ പിടിക്കാനായിട്ട് ഒരു വല വിരിച്ചിട്ടുണ്ടായിരുന്നു താഴത്ത്. ചിറകിട്ടടിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടികൾ കൂടോട് കൂടിയിട്ട് താഴത്തേക്ക് മറിഞ്ഞു വീണു. അത് നല്ല പാകത്തിന് ഈ വലയെ തന്നെയാണ് വീണത്. ഇത് കഴിഞ്ഞിട്ടാണ് അമ്മ പക്ഷി വരുന്നത്.
അമ്മപ്പക്ഷിക്ക് ആകെ സങ്കടമായി, കുട്ടികളില്ലാതെ ഇനി ഞാനിപ്പോൾ എങ്ങനെയാ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മപ്പക്ഷി ആ കുട്ടികളുടെ കൂടെ പോയിട്ടിരുന്നു, അതായത് വലയിൽ പോയിട്ടിരുന്നു എന്നർത്ഥം. അവസാനം അച്ഛൻ പക്ഷി, ആൺപക്ഷി അവിടെ വന്നു. തൻ്റെ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടത് അറിഞ്ഞ് ഇനിയിപ്പോൾ താനിപ്പോൾ ജീവിച്ചിട്ട് ഇപ്പം എന്താ കാര്യമുള്ളത്, ഇങ്ങനെ ഭാര്യയും മക്കളെയും മാത്രം വിചാരിച്ച് ഒടുക്കം ഈ ആൺപക്ഷിയും ആ വലയിൽ പോയി ചാടി. ഇവിടെ സന്തോഷമായി വേടന്. വേടൻ എല്ലാം കൂടി പൊതിഞ്ഞു കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ലാഭം ആർക്കാ ഉണ്ടായത്? ഈ പക്ഷി കുടുംബത്തിന് എന്ത് ലാഭം ഉണ്ടായി? ഒരു ലാഭം ഉണ്ടായില്ല. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ആവരുത് എന്നാണ്. സ്നേഹം വേണ്ട എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം, അമിത സ്നേഹം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഒരു പ്രത്യേക സ്നേഹം ഓരോന്നിനോട് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ വിയോഗത്തിൽ അതിനേക്കാൾ ഏറെ ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്ന് ഇതെന്ന് പഠിച്ചെടുക്കണം. ഇവിടെ ദത്താത്രേയര് അവധൂതൻ പറഞ്ഞു, അതിസ്നേഹം ആപത്താണ് എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ പ്രാവാകുന്ന ഈ ഒരു ഗുരുവാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പറയണത്. ഇനി തുടർന്നുള്ള ഗുരുക്കന്മാരെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അധ്യായങ്ങൾ നമുക്ക് കേൾക്കാം. അതീവ ശ്രദ്ധയോടുകൂടി ഈ കാര്യക്രമം ആസ്വദിക്കുന്ന ഏവരെയും നമസ്കരിക്കുന്നു. പ്രിയ വൃന്ദാവന ബന്ധുക്കളെ, ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജയ് ശ്രീ രാധേശ്യാം.